ഒരു ഇത്രയും ഇപ്പൊ ഏകദേശം 2 വർഷത്തിന് മേളിലായി. ആ സ്ഥലത്ത് ഇപ്പത്തെ അവസ്ഥ ഒന്ന് പറയാമോ? എൻ്റെ ഒരു റിസ്വാൻ. ഞാനിവിടെ UK ഫസ്റ്റ് ആയിട്ട് വന്നത് ഒക്ടോബർ 2021 വന്നത്. സ്റ്റുഡൻ്റ് ആയിട്ട് മാസ്റ്റേഴ്സ് ഇൻ ഫുഡ് പ്രോസസിംഗ് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റ് ആയിട്ട് വന്നത് TCL യൂണിവേഴ്സിറ്റി മിഡിൽസ്ബ്രോ. ഞാൻ വന്നപ്പോഴത്തെ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ പാർട്ട് ടൈമും കാര്യങ്ങളും അവൈലബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അൽഹംദുലില്ലാ നല്ല രീതിയിലുള്ള പാർട്ട് ടൈം ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ കറന്റ് PSW ഹോൾഡറാണ്. ഇപ്പോൾ ഞാൻ പഠിച്ച ഫീൽഡിൽ തന്നെ എനിക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ക്വാളിറ്റി കൺട്രോൾ ആയിട്ടൊരു ഫുഡ് പ്രോസസ്സിംഗ് കമ്പനിയിൽ എനിക്ക് ജോബ് ഇപ്പോൾ അൽഹംദുലില്ലാ കിട്ടിയിട്ടുണ്ട്. പാർട്ട് ടൈം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട് ടൈമിന്റെ കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഞാൻ PSW ഫുൾ ടൈം ഞാൻ എൻ്റെ റിലേറ്റഡ് അല്ലാത്ത ജോബ് നോക്കിയിട്ടും എനിക്കൊരു ജോബും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കിട്ടുന്ന എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് കെയർ ഹോം ജോബ്സ് ആണ്. നെഗറ്റീവ്സ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ക്രൈം റേറ്റ്സ് ഭയങ്കര കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇപ്പം ഈ വന്ന 4 വർഷത്തിനിടയിൽ ഞാൻ പറയുകയാണെങ്കിൽ എനിക്കറിയാവുന്നിടത്തോളം ഒരു 10-15 മർഡേഴ്സ് നടന്നിട്ടുണ്ട്. ഞാൻ ഈ 2021 ഈദിന്റെ തലേ ദിവസം ഞാനും എൻ്റെ ഫ്രണ്ട്സ് വർക്ക് ചെയ്യുന്ന വരുമ്പോൾ ഞങ്ങൾ ഡയറക്റ്റായിട്ട് നേരിട്ട് കണ്ട ഒരു സംഭവമുണ്ട്. ഈദിന്റെ തലേന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞു പാകിസ്ഥാനികൾ മുസ്ലിം കമ്മ്യൂണിറ്റി കൂടുതലുള്ള സ്ഥലമാണ് ലൂട്ട്. അപ്പൊ ഈദിന് ഭയങ്കരമായിട്ട് സെലിബ്രേഷൻ കാര്യങ്ങളുണ്ട്. അപ്പൊ ഈ പറഞ്ഞ ഈ പാകിസ്ഥാനി അഫ്ഗാനിസ്ഥാനി പിള്ളേരുണ്ടല്ലോ, ഇവര് തമ്മിൽ ഈ പറഞ്ഞ പോലെ ഇടിയായി. എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഫ്രണ്ടിൽ വെച്ചാണ് ഇത് വെട്ടി കാലിട്ടത്. അങ്ങനെയുള്ള സംഭവങ്ങൾ. പിന്നെ അല്ലാതെ കത്തി സ്റ്റാബ് ചെയ്ത് മേഡേഴ്സ് അതും കണ്ടിട്ട് പറയും. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ഒരു പ്രാവശ്യം കള്ളം കയറിയുണ്ട്. ഒരു ദിവസം നൈറ്റ് കള്ളം കയറി. നിങ്ങൾ അവിടെ ഉള്ളപ്പോഴാണ്? ഞാനുണ്ടായിരുന്നില്ല അന്ന്. ഞാൻ വർക്കിന് പോയിട്ട് പിറ്റേ ദിവസം വരുമ്പോൾ സംഭവിക്കുന്നു. ഞാൻ വരുമ്പോൾ ആള് പോയിട്ടുള്ളൂ. ഈ ആള് കയറിയിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് വരുന്നത് പോലീസിന്റെ കംപ്ലൈന്റ്, മറ്റേ ഹൈവീസ് ഒക്കെ ഇല്ലേ, പോലീസിന്റെ ഹൈവീസ് എല്ലാം ഇട്ടിട്ട് വന്നു. എന്നിട്ട് ഇവര് ഞങ്ങളുടെ വീട്ടിൽ കയറിയിട്ട് ഒരാളുണ്ടായിരുന്നു. കയറിയിട്ട് ഞങ്ങളുടെ പറഞ്ഞത് പോലീസാണ്, അപ്പുറത്തൊരു റോബറി നടന്നു, അപ്പൊ അതിന് ചെക്ക് ചെയ്യാൻ വന്നാന്ന് പറഞ്ഞു. ആള് കയറി അപ്പൊ തന്നെ ഇറങ്ങിപ്പോവുകയും ചെയ്തു. പിന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത് പോലീസ് ഒരിക്കലും അങ്ങനെ പറ്റില്ലല്ലോ. പക്ഷെ അന്ന് അപ്പൊ പുള്ളി എന്തെങ്കിലും എടുത്തോണ്ട് പോയായിരുന്നു? ഇല്ല, അതാണ് ഞങ്ങൾക്ക് അറിയില്ലാത്തത്. ഒരു സാധനം ഞങ്ങൾക്ക് പോയിട്ടില്ല വീട്ടിൽ നിന്ന്. അതിന് ഞങ്ങളെ കണ്ടോണ്ടാന്ന് അറിയില്ല. ആള് കയറി മുകളിൽ വന്ന് ലൈറ്റ് സൗണ്ട് കേട്ടപ്പോ തന്നെ എണീച്ച് വീടുള്ളൂ. ഞാൻ ഉണ്ടായിരുന്നില്ല, ഞാൻ പിറ്റേ ദിവസം വന്നിട്ട് ഈ പറഞ്ഞ ആളപ്പം തന്നെ പോവുകയും ചെയ്തു. ആളെ കണ്ടുകൊണ്ടായിരിക്കും പോയത്. തപ്പാൻ സമയം കിട്ടിയിട്ടുണ്ടാവില്ല ഒന്നിനും. പിന്നെ പിറ്റേ ദിവസം അപ്പം തന്നെ ഞങ്ങൾ പോലീസിനെ വിളിച്ച്, പിന്നെ പോലീസ് വന്ന് ചെക്ക് ചെയ്ത് ആളെ പിടിച്ച് ഞങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. അവര് ഫൈൻഡ് ഔട്ട് ചെയ്ത് ഞങ്ങളെ വിളിപ്പിച്ച് കൺഫേം ചെയ്ത ആൾ തന്നെ ആവും. ഇതിപ്പോ ബ്രോ പറഞ്ഞ കാര്യങ്ങൾ ലൂട്ടലിൽ മാത്രമല്ല UK എല്ലാ സ്ഥലത്തും നടക്കുന്ന തന്നെയാട്ടോ. ഇപ്പൊ ഈ റൂമിൽ കള്ളം കയറിയാണ്. നിങ്ങൾക്കറിയാം, ഇവിടുത്തെ പ്രശസ്തമായിട്ടുള്ള ഒരു വ്ളോഗർ ഉണ്ട്, ലിൻഡു റോണി. പുള്ളിക്കാരത്തിയുടെ വീട്ടിൽ വരെ ഈ തവണ കയറി. പിന്നെ ഒരു മലയാളിയുടെ BMW ഈ കഴിഞ്ഞ ഒരു മാസം മുമ്പാണ് BMW എടുത്തുകൊണ്ട് പോയത്. എന്നിട്ട് മറ്റേ അഡ്വക്കേറ്റിന്റെ എന്നിട്ട് പിന്നെ ആപ്പിളിന്റെ മറ്റേ ട്രാക്കർ വെച്ചിട്ടാണ് പുള്ളി എടുത്തത്. അപ്പം എനിക്ക് പറയാനുള്ളത് നിങ്ങളോട് ഇത്രേ ഉള്ളൂ. ഇവിടെ ഒത്തിരി നമുക്കറിയാം, ഈ രാജ്യം ഒത്തിരി ഡെവലപ്പ് ചെയ്ത രാജ്യമാണ്. അപ്പം എന്തെങ്കിലുമൊക്കെ സേഫ്റ്റി ടെക്നോളജിക്ക് നമ്മൾ എപ്പോഴും അപ്ലോഡ് ചെയ്തിരിക്കും. ഇപ്പൊ കാറൊക്കെ യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ മലയാളി പൊളിയാണ് സത്യം പറഞ്ഞാൽ. പുള്ളിയുടെ അത്രയും കോടി രൂപയുടെ വണ്ടിയാണ് പോയത്. നിസാര 2 ദിവസം കൊണ്ട് പുള്ളി വണ്ടി തിരിച്ചെടുത്തു. അത് ആ ഒരു ചിപ്പ് വെച്ചോണ്ട് മാത്രമാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ അതേപോലത്തെ ഇഷ്ടംപോലെ ഈ പറഞ്ഞ വണ്ടി കൊണ്ടുപോവാ, ഡ്രഗ്സിന്റെ ഭയങ്കരമായിട്ട് അവൈലബിലിറ്റി ആണ്. ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ട്. ഡ്രഗ്സ് പിന്നെ നമുക്കറിയാം ഇവിടെ ഓൾ ഓവർ ദ UK ഉണ്ട്. കാര്യം ഇപ്പൊ EU കൺട്രീസിൽ ആണെങ്കിൽ ഒത്തിരി ഇമിഗ്രേറ്റ്സ് കാര്യങ്ങൾ റെഫ്യൂജീസ് പോലെ വന്നിട്ടുണ്ട്. അവരൊക്കെ ആണെങ്കിലും ഒത്തിരി ഇതിന്റെ പുറകെ ഉണ്ട്. ഇത് ഞാനാണെങ്കിലും എപ്പോഴും കാണുന്നത്, നമ്മൾ ഷെഫീൽഡിൽ നിന്ന് നടന്നു പോകുമ്പോൾ നമ്മൾ ഈ മിക്കപ്പോഴും ബ്രിഡ്ജിന്റെ താഴെ നമ്മൾ കാണുന്ന സംഭവമാണ്. ഇപ്പൊ UK വന്നിട്ട് എന്റെ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഫ്രണ്ട്സും കുറെ പേരൊക്കെ വന്നത് കൊണ്ട് ഒരു പ്രചോദനമായിട്ടാണ് ഞാൻ UK കയറി വന്നത്. അപ്പോൾ മെയിനായിട്ട് നമ്മുടെ നാട്ടിലെ മെയിൻ ഒരു കൂട്ടുകാരൻ എന്ന് പറയുന്നത് ഈ റിസ്വാൻ എന്ന് പറയുന്നത്, അവൻ കയറി വന്ന് പിന്നെ നാട്ടിൽ നമ്മളെ വേറെ കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അവരെല്ലാവരും വന്ന്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ MSc ഇന്റർനാഷണൽ ബിസിനസ് ഇവിടെ നോർത്തംബ്രിയയിലാണ് കഴിഞ്ഞത്. 1 ഇയർ കോഴ്സായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആ ടൈമിൽ തന്നെ ഞാനൊരു പാർട്ട് ടൈം ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ഹെൽത്ത് കെയർ ഫീൽഡ് തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഹോമിൽ ഇപ്പോൾ ഡയറക്റ്റ് കയറിയിട്ടുണ്ട്. പിന്നെ വന്നിട്ടാണെങ്കിലും അത്യാവശ്യം ഒരു ഫിനാൻഷ്യലി കുഴപ്പമില്ലാത്ത രീതിയിൽ വന്ന ഒരു ബാധ്യതകളൊക്കെ നമ്മൾ തീർത്ത് പിന്നെ ഇപ്പോൾ സ്വന്തമായിട്ടൊരു വണ്ടി എടുത്ത് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ
നമ്മൾ നാട്ടിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും അങ്ങനെ ഒരു മെയിൻ സംഭവങ്ങളാണ് വരുന്നത്.